നിപ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗം നടക്കുകയുണ്ടായി. ജില്ലാ കളക്ടറും ജില്ലയിലെ മറ്റു ഓഫീഷ്യൽസും അതിനകത്ത് പങ്കെടുത്തു. ഇതുവരെ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. നമുക്ക് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റേത് സ്ഥലത്തേക്കാൾ കൂടുതൽ ശക്തമായ ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞ ഉടനെ തന്നെ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന അത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തതായിട്ടാണ് യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. ഏതാണ്ട് ആ പ്രദേശത്ത് 320 വീടുകളാണുള്ളത്. ആ 320 വീടുകളിലും ഏതാണ്ട് 300 വീടുകളിൽ ഫീൽഡ് വർക്കേഴ്സ് ഇതിനകം തന്നെ പോവുകയും ബന്ധപ്പെടുകയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റമോ മറ്റെന്തെങ്കിലും കാര്യമോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള 3 പേര്, ആ ഹൈ റിസ്ക് ആയിട്ടുള്ള 3 പേരെയും പ്രത്യേകം പരിശോധന നടത്തി. അവരും നെഗറ്റീവായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. പൊതുവെ വലിയ രീതിയിൽ കൂടുതൽ സ്പ്രെഡോ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള അനുമാനത്തിലാണ് ഉള്ളത്. നിലവിൽ ഒരു രോഗി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു 3 പേര് അഡ്മിറ്റ് ഉണ്ട്, പക്ഷെ അവരെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിസ്റ്റം നിലവിലുള്ളതുകൊണ്ട് തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ അതിന് നടത്തേണ്ടതായ ചില ഗൈഡ് ലൈൻ ഉണ്ട്, പ്രോട്ടോകോളുണ്ട്. ആ പ്രോട്ടോകോളിനെ ഫോളോ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നിയന്ത്രണ വിധേയം തന്നെയാണ്. പ്രത്യേകിച്ച് എവിടെയും സ്പ്രെഡായതായിട്ട് പിന്നെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ചെറിയ ലക്ഷണങ്ങൾ ഉള്ളവരെ പോലും പരിശോധിക്കുന്നുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ പൊതു സീസണാണ്, നമുക്കറിയാം, പനിയുടെ ഒരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും സംശയം തോന്നാം, പനി വരുമ്പോൾ ആശങ്ക ഉണ്ടാവും. അപ്പോൾ അത്തരം കേസുകളാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും അതുപോലെ മലപ്പുറം ജില്ലയിലും ഒരാൾ കണ്ണൂർ ജില്ലയിലുമാണ് ഏറ്റവും അടുത്തുള്ള കോൺടാക്ട് ലിസ്റ്റിനകത്തുള്ളവർ. അപ്പോൾ അവരെയും പരമാവധി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ സിസ്റ്റം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്രയാസം ഒരു കാര്യത്തിലും ഉണ്ടാവില്ല. വളരെ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ കണ്ണൂർ മലപ്പുറം ജില്ലകളിലുള്ളവരും സമ്പർക്ക പട്ടിക എനിക്ക് തോന്നുന്നു 11 പേര് മലപ്പുറം ജില്ലയിലും ഒരാള് കണ്ണൂർ ജില്ലയിലുമുണ്ട്. ആ സമ്പർക്ക പട്ടികയുള്ള അതത് ജില്ലയിലുള്ളവരെയും ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ റിസ്ക് കുറവായിട്ടാണ് കാണുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പ്രദേശം ഏറ്റവും അടുത്ത കോണ്ടാക്റ്റുള്ള 3 പേര് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ 3 പേരും നെഗറ്റീവാണ്. പിന്നെ ഇദ്ദേഹം കൂടുതൽ ആളുകളുമായിട്ട് വളരെ കൂടുതൽ ബന്ധപ്പെട്ട സാഹചര്യമില്ല. ചുറ്റുവട്ടത്തും അങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണമില്ല. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു തീവ്രത കുറവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യം. അല്ല, വന്നപ്പോഴുള്ള ആരോഗ്യസ്ഥിതി എന്താണോ അത് തന്നെയാണ്. വെന്റിലേറ്ററിലാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിന് ഈ രോഗവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട എല്ലാ മെഡിസിനുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മെഡിസിനൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജ് ഏറ്റവും നന്നായിട്ട് ഈ കാര്യം ഹാൻഡിൽ ചെയ്യുന്നതാണ് മെഡിക്കൽ കോളേജ്. അവർ പരമാവധി എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. മരുന്നുകളുടെ പൂർണ്ണമായ ലഭ്യതയുണ്ടല്ലേ? അവരായിട്ട് സംസാരിച്ചു. അല്ല, അവർ ചില സജഷൻസ് ഒക്കെയാണ് പറയുന്നത്. അത് ഡീറ്റെയിൽഡായിട്ട് അറിയും. അപ്പോൾ അവരും മുൻകാലങ്ങളിൽ ഇതുണ്ടാകുമ്പോൾ അവർ വരാറുണ്ട്. അപ്പോൾ അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ള സജഷൻസ് അവർ പറയും. ആ സജഷൻസൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഇന്ത്യക്ക് മാതൃകയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അതിപ്പോഴല്ല, കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. കണ്ടെയ്ൻമെന്റ് സോണിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും അടുത്ത ആളുകൾ പോലും നെഗറ്റീവായ സാഹചര്യം, കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്ന ഒരു വിശ്വാസം. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ കാര്യത്തിൽ വേണോ വേണ്ടേ എന്നുള്ള ഒരു ആലോചന ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് കണ്ടെയ്ൻമെന്റ് സോണ് പ്രഖ്യാപിക്കാതിരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ജനപ്രതിനിധികൾക്ക് ഇടപെടേണ്ടതായ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഇടപെടുന്ന കാര്യങ്ങളിൽ പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇടപെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ
ജനപ്രതിനിധികൾ മാറി നിൽക്കണമെന്നല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന നമുക്കറിയാം ഒരു ടീമാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ LSGD, അതുമായി ബന്ധപ്പെട്ട ആശാ വർക്കേഴ്സ്, ജയിച്ചമാർ, ഇവരൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള MLA എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ചില പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്ന് ഇടപെടാൻ പറ്റും. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിപ്പ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് വല്ല ബോധ്യമുണ്ട്. അതിനകത്ത് നമ്മൾക്ക് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഇൻവോൾവ് ചെയ്യുന്ന അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങൾ ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങൾ എന്താണോ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ആ രീതിയിൽ തന്നെ ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ കുറെ കൂടി നമുക്കറിയാം, നമുക്ക് രോഗികളുടെ അവരുടെ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ്, അതൊക്കെ പരമാവധി പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണോ മുൻകാലങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ എപ്പോഴും ജനപ്രതിനിധികൾക്ക് നൽകും. ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എന്നോ നോക്കിയിട്ടല്ല, എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാറുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഉണ്ടാവും. ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഹെൽത്ത് മിനിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് ഉന്നയിച്ചാൽ ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല. ഒരു FB പോസ്റ്റ് ഇറങ്ങുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റെംഡെസിവിർ ഉൾപ്പെടെയുള്ള ജീവരക്ഷാ മരുന്നുകളുടെ ക്ഷാമം അതിരൂക്ഷമാണ്. അപ്പം ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ പ്രത്യേകിച്ച് പനിക്കാരമൊക്കെയാണ് നിപ്പ വരുന്നത്. അപ്പം അത്തരം ക്ഷാമങ്ങൾ പെട്ടെന്ന് പരിഹരിക്കേണ്ടത്. തീർച്ചയായിട്ടും മെഡിസിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അത് എല്ലാ ഹോസ്പിറ്റലുകളും ഈ സീസണൊന്നല്ല, പരമാവധി മെഡിസിൻ കിട്ടാതെ ബുദ്ധിമുട്ട് രോഗികൾക്ക് ഉണ്ടാവരുത് എന്നുള്ള നിലപാടാണുള്ളത്. ഇവിടെ ഏതാണ്ട് ഒരു മെഡിസിനോ മറ്റോ ആണ് കുറവുള്ളതായി ശ്രദ്ധപ്പെട്ടത്. അത് DHSനെ അറിയിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി തന്നെ നേരിട്ട് അതിൽ ഇടപെട്ട് മന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് പറഞ്ഞാണ് ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ ഇല്ലാത്തൊരു മെഡിസിൻ എത്തിക്കുമെന്നുള്ള മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, മന്ത്രി നാളെ എത്തുന്നുണ്ട്. അദ്ദേഹം നാളെ എത്തും. അദ്ദേഹം ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, തിരക്കുകൾക്കിടയിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ടും കോഴിക്കോട് നിന്നുകൊണ്ടൊക്കെ ചെയ്യാം. അപ്പൊ അദ്ദേഹത്തിനകത്ത് ആദ്യം മുതൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം നാളെ എത്തുന്നു. അപ്പോൾ മുമ്പ് ക്യാമ്പ് ചെയ്ത് മന്ത്രിമാർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മന്ത്രിമാർ വന്ന് യോഗം നടത്തി പോയിട്ടുമുണ്ട്. അപ്പോൾ ഓരോന്നിന്റെ ഗൗരവത്തിനനുസരിച്ച് ആണ് ചെയ്തിട്ടുള്ളത്. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴും മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗിൽ മന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ മന്ത്രി പങ്കെടുത്ത് കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻ നൽകി അവർ അത് പോവുകയും ചെയ്യും. പക്ഷെ അവർ എല്ലാ സമയത്തും വിലയിരുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ക്യാമ്പ് ചെയ്യും, ഗൌരവമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ക്യാമ്പ് ചെയ്യും. അല്ലാത്ത സമയത്ത് അതുമായി മീറ്റിംഗ് എടുക്കും, വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പം അത് പറയേണ്ട കാര്യമില്ല. അല്ല, കേന്ദ്ര സംഘങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചില നിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകുക. അപ്പോൾ അത് അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൊടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് DMO ഒരാളെ അവധി പോയിരിക്കുകയാണ്. അതൊരു പ്രശ്നമല്ലേ? ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞു. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് കോഴിക്കോട്ടെ അത് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായാലും പ്രിൻസിപ്പളായാലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരായാലും ഒരു നല്ല ടീമാണ്. ഇതിൽ ഭൂരിഭാഗം പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഇവിടെ നിപ്പ വന്നപ്പോൾ ആരൊക്കെയാണോ കൈകാര്യം ചെയ്ത് അതിൽ നല്ലൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരാളുടെ അഭാവം കൊണ്ട് ഏതെങ്കിലും ഇതിൽ ഒരു വീഴ്ചയും വന്നില്ല. DMO ഇല്ലെങ്കിൽ ചാർജ് കൊടുത്താണ്. ചാർജ് DMOക്ക് കാര്യങ്ങൾ ചെയ്യാം. മാത്രമല്ല ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു ഉദ്യോഗസ്ഥന്മാർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളൊന്നും അങ്ങനെ അതിന്റെ പേരിൽ എന്തെങ്കിലും വീഴ്ച വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒരു വീഴ്ചയും വന്നിട്ടില്ല. കാരണം ഇത് മാത്രമല്ല, ഇത് ഇത്തരം വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല എല്ലാ റിപ്പോർട്ടും തിരുവനന്തപുരത്തേക്ക് അയക്കും. തിരുവനന്തപുരവുമായി നിരന്തരം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊന്നും ഒരു വീഴ്ച വന്നിട്ടില്ല. ആരോഗ്യ ഉദ്യോഗസ്ഥരുണ്ട്. അതായത് ഇവിടുന്ന് പൊതുവെ ഇതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നു, തിരുവനന്തപുരത്ത് നിന്ന് റിലീസ് ചെയ്യുന്നു, അത് ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഞാൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണിത്. അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് സൂചിപ്പിച്ചു. ഞാൻ ആ വിവരം ഇവിടെ മീറ്റിംഗ് സൂചിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയില്ല. പ്രോട്ടോകോളിനകത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ട വാർത്തകൾ നിർബന്ധമായി നിങ്ങൾക്ക് ലഭ്യമാകും. അതിൽ ഒരു പ്രയാസം ഉണ്ടാകും.
തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി സംശയമായി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിനകത്ത് ഈ റിസ്ക് ഉണ്ട്, ഹൈ റിസ്ക് ഉണ്ട്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കും. ഇല്ല.